ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറിയ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു നാജൂസ് ടേസ്റ്റ് റിയൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സിമ്പിളായിട്ട് കുറഞ്ഞ ചെലവിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ടുള്ള 1/4 കപ്പ് ചെറി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ചെറി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ പരിവാവണ വരെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ആ ചെറിയിലെ മിക്സിലോട്ട് നമ്മൾ ചെറി എടുത്ത ആ കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം ഒരു പാനിലോട്ട് അത് മാറ്റി കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതാ ഈ ഒരു പരിവാവണ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് കേക്കിലോട്ട് വേണ്ടിയിട്ടുള്ള ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കാം. 1/4 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കേക്കിലോട്ട് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് മൈദ. നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് 3 തവണ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. പിന്നെ അത് 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിക്ക് വേണ്ട ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു കുക്കറിൽ ഉപ്പോ മണലോ ഇട്ടിട്ട് ഒരു തരിക വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് കേക്ക് ടിന്നിൽ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അതിൽ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളോട് കുറച്ചും കൂടി ഓയിൽ വെച്ചിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് അതിലോട്ട് വേണ്ടിയുള്ള വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് 4 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ മുട്ടയാണെങ്കിൽ 3 എടുത്താൽ മതി. പിന്നെ മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം. നമുക്ക് ഈ മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലും ചെയ്യാം. മിക്സിയിൽ ചെയ്യുമ്പോൾ കുറച്ച് അധികം നേരം ഒന്ന് ബീറ്റ് ചെയ്യണമെന്നുള്ളൂ. പിന്നെ ഞാനൊരു 3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഓപ്ഷനിലാണ്. ആ മുട്ടയുടെ മണം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കയ്യിലില്ലെങ്കിൽ ഒഴിക്കണമെന്നില്ല. നന്നായി ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചു വെച്ച ഷുഗർ അല്പമായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഷുഗർ മുഴുവൻ എടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് 1/4 കപ്പിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അല്പമായിട്ട് ഇട്ട് കൊടുക്കുക.
ഫോർക്കോ സ്പാച്ചിലോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിലോട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. അഥവാ ഇനി ബാറ്ററി നിങ്ങൾക്ക് കുറച്ച് കട്ടിയായി തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് കേക്ക് ടിന്നിലോട്ട് മാറ്റാം. ഇനി അതൊരു സ്ക്വയറോ ഇർക്കിളോ വെച്ചിട്ട് നന്നായിട്ട് എയർ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായി ടാപ്പ് ചെയ്യണം, എന്നാൽ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി നമുക്കിത് കുക്കറിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു 35 മിനിറ്റ് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. 35 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഇതിലോട്ട് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വിപ്പിംഗ് ക്രീം അടിക്കണ മുമ്പ് നമ്മൾ ആ ബൗളും ആ ബീറ്ററിൻ്റെ ബ്ലേഡും ഒന്ന് 1 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്താൽ നമ്മൾ ക്രീം പെട്ടെന്ന് സ്റ്റിഫായി കിട്ടും. ലോ ടു ഹൈ സ്പീഡിലിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു 6-7 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്രീം കറക്റ്റ് പരിവായി വന്നിട്ടുണ്ട്. അങ്ങനെ കമഴ്ത്തിയിട്ടൊന്നും പോകണില്ല. ഇനി നമുക്ക് കേക്ക് ഒന്ന് ടിന്നിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബട്ടർ പേപ്പർ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം. ഞാൻ ആ കേക്കിൻ്റെ പൊന്തി നിൽക്കുന്ന ഭാഗം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ലെയറാക്കാം. ഞാൻ ഇവിടെ 2 ലെയറായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കത് മാറ്റി കൊടുക്കാം. ഇനി കേക്കിൻ്റെ ബോർഡിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിലൂടെ നമ്മൾ ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ചെറിൻ്റെ സിറപ്പാണ്, അത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അതിനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്നിട്ടിട്ട് എല്ലായിടത്തും ഒരേ ലെവലിലാക്കി കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അടുത്ത ലെയർ വെച്ചിട്ട് ബാക്കിയുള്ള ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമായിട്ട് നമുക്ക് കേക്ക് ഒന്ന് മോൾഡ് ചെയ്തെടുക്കാം. എല്ലായിടത്തും ഒരേപോലെ സൈഡിലൊക്കെ നന്നായിട്ടൊന്നാക്കി കൊടുത്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് കേക്ക് നന്നായിട്ടൊന്ന് മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മേലെ നമുക്കിങ്ങനെ ഒരു കത്തിയോ നമ്മൾ കാടോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് വേണ്ട ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഞാനൊരു സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. റെഡ് കളറ് ക്രീമിൽ ചേർത്തിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് അതിലേക്ക് കുറച്ച് ചെറി ഇട്ട് കൊടുക്കാം. കടിക്കാനൊരു രസത്തിനും കേക്കിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയും ഷുഗർ ബോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് സോഫ്റ്റായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്തെടുക്കാം.
ഞാനിവിടെ 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടാലറിയാം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുണ്ട്. ആ ചെറീൻ്റെ സിറപ്പും ഒക്കെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്